നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷാണ്. എവിടെ ഇരിക്കേ കണ്ണ സൂപ്പർ ഇരിക്കേ. 1 മാർക്ക്, 1 മാർക്കിന്റെ 150 ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും. നിങ്ങൾ വിചാരിക്കും എന്തിനാണ് സാർ എന്തിനാണ് മാഷ ഇത്രയും ക്വസ്റ്റ്യൻസ് തരുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ഏകദേശം 30-34 മാർക്കിന് ഏകദേശം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. മോഡൽ പബ്ലിക് എക്സാമിന് മുമ്പുള്ള മോഡൽ എക്സാമിന് 30 മുതൽ 34 മാർക്കിനിടയിൽ ആ ഒരു 30 മാർക്ക് എന്തായാലും 90 മാർക്കിൽ 30 മാർക്ക് എന്ന് പറഞ്ഞാൽ 1/3 മാർക്കായി. വളരെ ഇമ്പോർട്ടൻറ്റ്. അത് 1 മാർക്ക് സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടെയാണ്. അന്നേരം നിസ്സാരമല്ല 30 മാർക്ക്. നമ്മൾ യഥാർത്ഥത്തിൽ 60 മാർക്കിൽ ആണ് പരീക്ഷ എങ്കിൽ 60 മാർക്കിലാണ് നിങ്ങളുടെ പരീക്ഷ, ടോട്ടൽ പരീക്ഷ മാർക്ക് വരുന്നത്. അതിൻ്റെ 30 മാർക്ക് 50% 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. അന്നേരം ഞാനിതിനെ നിങ്ങളെ വളരെ 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 കാര്യമായി ഒരുപാട് സമയമെടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. ഒരുപാട് സമയമെടുത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം. കാരണം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് മുതൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും 1 മാർക്ക് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് സെമി കണ്ടക്ടേഴ്സ് തീരുന്ന വരെയുള്ള 14 ചാപ്റ്ററിൻ്റെയും കൂട്ടി 150 ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു 10, 20, 30 ബുക്ക് വായിച്ച് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാകുന്ന വീഡിയോ എന്നുള്ളതും നിങ്ങൾക്ക് ഉറപ്പാണ്. ഇത് മാർക്ക് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് വലിയ പ്ലസ്സും അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. നിങ്ങളുടെ കമൻസും ഒക്കെ ഇടുക. മാക്സിമം നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല കിട്ടിലെ മാർക്ക് കിട്ടട്ടെ. +1 അതേ മാർക്ക് നിലനിർത്താൻ എല്ലാ കുഞ്ഞുങ്ങളും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്പർ 1 ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കയറുകയാണ്. നല്ല കിട്ടുക്കാനായിട്ട്, നല്ല പവറായിട്ട്. നെവർ എവർ ഗിവ് അപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ തേരോട്ടം, ജൈത്രയാത്ര ആരംഭിക്കലാമാ. ഓക്കെ, എവിടെ ഇருக்கு സൂപ്പർ ഇருக்கு. തുടങ്ങാം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ എല്ലാ യൂണിറ്റുകളും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ചാർജിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൂളംബാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംബിയർ ആണ്, പൊട്ടൻഷ്യലിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വോൾട്ടാണ്, കപ്പാസിറ്റൻസിൻ്റെ ഫാരഡാണ്, ഇൻഡക്റ്റൻസിൻ്റെ ഹെൻറി ആണ്. ഇങ്ങനെയുള്ളതെല്ലാം ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കുളം. സ്റ്റേറ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇങ്ങനെയുള്ള സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും. കൺസർവേഷൻ ഓഫ് ചാർജ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജസ് ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദി ടോട്ടൽ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതിയാൽ മതി, പക്കയാണ്. 1, 2, 3. Two equal and opposite charges separated by a small vector distance or distance is called electric dipole. തിരിച്ചും ചോദിക്കാം അല്ലെ, എന്താണ് ഇലക്ട്രിക്, വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രിക് ഡൈപോൾ എന്ന് ചോദിക്കാം 1 മാർക്ക് ക്വസ്റ്റ്യൻ. അന്നേരം അല്ലാതെ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡൈപോൾ. ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ് ഒരുപാട് വട്ടം 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് തെറ്റിക്കുന്നതാണ്. ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. ഡയറക്ഷൻ ഡൈപോൾ മൊമെന്റ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ടാണ്. 4, 5. ദി ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കീവേഡ്. എൻക്ലോസിംഗ് എ ഇലക്ട്രിക് ഡൈപോൾ ഈസ് 0. എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസിനകത്ത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ചാർജിങ് എ ബോഡി വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് അനദർ ബോഡി. 2 വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേര് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്നാൽ 2 വസ്തുക്കൾ തമ്മിൽ, 2 ബോഡീസ് തമ്മിൽ നമ്മൾ ഔട്ട് ഓഫ് കോണ്ടാക്റ്റിൽ വെക്കുകയും ഓപ്പോസിറ്റ് ചാർജസ് 2 വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വെച്ചാൽ അവിടെ ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. എന്നാൽ ഔട്ട് ഓഫ് കോണ്ടാക്ട് വെക്കുകയും ഓപ്പോസിറ്റ് ചാർജ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതിനെ പറയുന്ന പേര് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആണ്. 2 ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജിങ് എ ബോഡി വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് അനദർ ബോഡി ഈസ് കോൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് എ ബോഡി ബൈ ദി പ്രസൻസ് ഓഫ് എ നെയ്ബറിംഗ് ചാർജിങ് ബോഡി ഈസ് കോൾഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും അല്ലെ ഇലക്ട്രിക് ഫീൽഡ് തന്നെ. അന്നേരം ന്യൂട്ടൺ പെർ കുളം അല്ലെങ്കിൽ ന്യൂട്ടൺ കുളം റേസ് ടു -1 എന്ന് വരാം. വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ റേസ് ടു -1, എല്ലാം ഒന്ന് തന്നെ. അടുത്ത യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ കുളമ്പ് മീറ്റർ ആണ്. പലരും തെറ്റിക്കാറുള്ളതാണ്. യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് കുളമ്പ് മീറ്റർ ആണ്, കുളം മീറ്റർ ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ആൻ ഇൻസുലേറ്റർ, നോൺ ഫോക്കസ് ഏരിയയിലുള്ള അല്ലെങ്കിൽ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഇൻസുലേറ്ററിന്റെ സ്മോൾ ആണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻ എണ്ണി നമ്മൾ തുടങ്ങും. നിങ്ങൾക്ക് ഒരു വലിയ
എല്ലാ കാര്യത്തിലും ഇപ്പൊ നിങ്ങളുടെ ഈ പബ്ലിക് എക്സാമിനായിക്കോട്ടെ, നിങ്ങളുടെ വരുന്ന എൻട്രൻസിനായിക്കോട്ടെ, ദിസ് ഈസ് വെരി 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 ഹെൽപ്ഫുൾ ഫോർ ഓൾ +2 സ്റ്റുഡൻസ്. എല്ലാ +2 കുട്ടികൾക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന, എല്ലാ രീതിയിലും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ. ഓക്കെ, 11 തുടങ്ങാം. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് വിൽ ബി ദെയർ ഇൻ 1 കൂളംബ്? ഒരു കൂളംബിൽ അടങ്ങിയിരിക്കുന്ന എത്ര മാത്രം ഇലക്ട്രോൺസ് ആണ്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 6.25 × 10⁻18 ഇലക്ട്രോൺസ്. അത്രമാത്രം ഇലക്ട്രോൺസ് ഉണ്ട്. 6.25 × 10⁻18 ഇലക്ട്രോൺസ്. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകാം. റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. 1 മാർക്കും 2 മാർക്കായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. റൈറ്റ് 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല ഏതൊക്കെയാണ്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഓർത്തിരിക്കാം. ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ്, അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ്. ഏതെങ്കിലും 2 എണ്ണം മാത്രം ഡിസ്ക്രൈബ് ചെയ്യേണ്ട പേര് മാത്രം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് ഡാഷ് ടു ഈക്വിപൊട്ടൻഷ്യൽ സർഫസസ് പെർപെൻഡിക്കുലർ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഈക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് വോൾട്ട്. ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. അത് ശ്രദ്ധിക്കുന്നതാണ്. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസിനെ പറയുന്ന ഒരു കപ്പാസിറ്റർ. ആ സ്റ്റോർ ചെയ്യാനുള്ള ആ ഡിവൈസിന്റെ എബിലിറ്റിയെ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ്. മറ്റേ എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചാൽ കപ്പാസിറ്റർ എന്ന് എഴുതരുത്, കപ്പാസിറ്റൻസ് ആണ്. ഡിവൈസ് ആണ് കപ്പാസിറ്റർ. റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ആണ്, റെസിസ്റ്റർ ഡിവൈസ് ആണ്. ഇൻഡക്ടൻസ് പ്രോപ്പർട്ടി ആണ്, ഇൻഡക്ടർ ഡിവൈസ് ആണ്. ഇതെല്ലാം ഇതിന്റെ കൂട്ടത്തിൽ ഓർക്കുക. When a dielectric is placed between the plates of a capacitor, its capacitance increases. ഒരു ഡയലക്ട്രിക് ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫോർ എ സിംഗിൾ ചാർജ് ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി ഓൾവേസ് സ്ഫെറിക്കൽ. സ്ഫെറിക്കൽ ആയിരിക്കും അതിന്റെ ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നതിന്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും? സ്ഫെറിക്കൽ ആയിരിക്കും. ഇതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മോഡലിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ദി ഏരിയ അണ്ടർ QV ഗ്രാഫ്. എന്താണ് QV എന്ന് പറഞ്ഞാൽ? ചാർജും പൊട്ടൻഷ്യലും വെച്ചൊരു ഗ്രാഫ് വരച്ചാൽ അതിന്റെ ഏരിയ എന്തായിരിക്കും? എനർജി ഓഫ് എ കപ്പാസിറ്റർ ആയിരിക്കും. എനർജി ഓഫ് എ കപ്പാസിറ്റർ 1 ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് വോൾട്ട് ആണ്. മറ്റൊരു യൂണിറ്റ് ആണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് തന്നെയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻−19 കൂളംബ് എന്ന് എഴുതരുത്, ജൂൾ ആണ്. 1.6 × 10⁻−19 ജൂൾ. വേണമെങ്കിൽ ഡിഫൈൻ ഇലക്ട്രിക് വോൾട്ട് എന്ന് ചോദിക്കാം, 1 മാർക്ക്. അന്നേരം നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് എ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ വെൻ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. ഇറ്റ് ഈസ് ദി എഴുതാവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എഴുതുക. ഇറ്റ് ഈസ് എ കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. ഓക്കെ, അടുത്തത് 20. വാട്ട് ആർ ഡൈഇലക്ട്രിക്സ്? 1 മാർക്ക് ഓർ 2 മാർക്ക്? 1 മാർക്ക് ചോദിച്ചാൽ അറിയാം. ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇൻസുലേറ്റേഴ്സിനെയാണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസ്. നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റേഴ്സ് ആണ്. അന്നേരം ഡൈഇലക്ട്രിക്സ് ആർ ഇൻസുലേറ്റേഴ്സ് ഓർ നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസസ്. അതിന്റെ കൂട്ടത്തിൽ ഒരു പോയിന്റ് എപ്പോഴും എഴുതിയേക്കണം, ബട്ട് ദേ അലൗ ഇലക്ട്രിക് ഫീൽഡ് ടു പാസ് ത്രൂ ദം. ഇലക്ട്രിക് ഫീൽഡിനെ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നതാണ് ഡൈഇലക്ട്രിക്സ്. അന്നേരം എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്, ഈ 2 പോയിന്റ് എഴുതിയാൽ നന്നായിരിക്കും. അന്നേരം we reach 20. നമുക്കിനി 21ലേക്ക് എപ്പോഴും കാണാ. കേട്ട് 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 പഠിച്ച് പഠിച്ച് പഠിച്ചു. ഈ സമയം നിങ്ങൾക്കൊരു നേരം പോക്കല്ല, നിങ്ങളുടെ സമയം പാഴാക്കുന്നതല്ല. വിലയേറിയ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് കേട്ട് പഠിക്കാം. ഓക്കെ, അടുത്തതിലേക്ക്. അത് നമ്മൾ 21ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ഉണ്ട്, നോൺ യൂണിഫോം ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഡൈപോൾ വെച്ചാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ റൊട്ടേറ്റ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഇഫ് ചാർജ് ഈസ് ഗിവൺ ടു എ സോപ്പ് ബബിൾ. അതൊരു നമ്മൾ എവിടെ കേട്ടിട്ടില്ലാത്തൊരു ചോദ്യം പോലെ, എന്ന് നമുക്ക് വളരെ അറിയാവുന്ന ചോദ്യം പോലെ തോന്നും. തെറ്റിക്കുക. ഇഫ് ചാർജ് ഈസ് ഗിവൺ ടു എ സോപ്പ് ബബിൾ, ഇറ്റ്സ് റേഡിയസ് വിൽ ഇൻക്രീസ്.
വാട്ട് ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? പി എന്ന് പറഞ്ഞിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഓർ വർക്ക് ഡൺ ഓൺ എ ഡൈപോൾ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് പിഇയും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. വാട്ട് ഈസ് ദി മിനിമം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഓർ വർക്ക് ഡൺ ഓൺ എ ഡൈപോൾ ഈസ് 0. മാക്സിമം വാല്യൂ പിഇ ആണ്. 25 ഇലക്ട്രിക് കറന്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. രണ്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. പക്ഷേ ഇലക്ട്രിക് കറന്റിനെ നമ്മൾ എന്ത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ബിക്കോസ് it does not obey vector laws of addition. Vector laws obey ചെയ്തുകൊണ്ട് അത് ഏത് ക്വാണ്ടിറ്റി ആയിട്ട് മാറി? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയി. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ഈസ് 3 യൂണിറ്റ്. ഓമിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഓം റൈസ് ടു 1. ഓം തിരിച്ചെഴുതുന്ന മോ, പിന്നെ സീമൻ. യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്, യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഓം റൈസ് ടു -1 മീറ്റർ റൈസ് ടു -1. കാരണം റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. ഇതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് പഠിക്കുകയും ചെയ്യാം. 1 ഓം മീറ്റർ ആണ്, അതായത് ഓം റൈസ് ടു -1 മീറ്റർ റൈസ് ടു -1. And 13, which of the material is used to make a standard resistance? ഒരു റെസിസ്റ്റൻസ് ബോക്സിനകത്ത് റെസിസ്റ്റൻസ് കോയിലായിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഏതാണ്? മാംഗനിൻ. MAGANIN. ഓക്കെ. The drift velocity of electron is in the order of, drift velocity ഇലക്ട്രോൺസിന്റെ ഓർഡർ 10⁻³ meter per second. 10⁻³ meter per second. Next, 32, alloys usually have much lower temperature coefficient of resistance than metals. Okay, ബുദ്ധിപൂർവ്വം ശ്രദ്ധാപൂർവം ചെയ്യണം. 32. 33. അടുത്തത് 33. എന്നിട്ട് നമ്മൾ 32 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ്. ഡിവൈസ് യൂസ്ഡ് ടു മെഷർ EMF ഓഫ് എ സെൽ ഈസ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിന്റെ 2 പ്രധാനപ്പെട്ട എക്സ്പെരിമെന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസും ടു ഫൈൻഡ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലും. ഓക്കെ. അന്നേരം പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു L. E എന്ന് പറഞ്ഞാൽ EMF ഈസ് പ്രൊപ്പോർഷണൽ ടു L എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ലെങ്ത്. അന്നേരം EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്. ഈസ് പ്രൊപ്പോർഷണൽ ടു L എന്ന് എഴുതിയാലും മതി. കിർച്ചോഫ് ഫസ്റ്റ് റൂൾ നമുക്കറിയാം. ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ. ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നതാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നതാണ് മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. ഈസ് ബേസ്ഡ് ഓൺ ദി കൺസർവേഷൻ ഓഫ് എനർജി. തെറ്റിക്കരുതെന്നും. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് സെല്ലിന്റെ കുറയുവാണ്, ഡിക്രീസ് ചെയ്യാണ്. മീറ്റർ ബ്രിഡ്ജ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ്. ഇതെല്ലാം പ്രാക്ടിക്കലിനും വൈവ ക്വസ്റ്റ്യൻസിനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. തിയറിയോടൊപ്പം മീറ്റർ ബ്രിഡ്ജ് വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് വീൻസ്റ്റൺസ് ബ്രിഡ്ജ്. ഓക്കെ. വൈ ആർ ദി കണക്ഷൻസ് ഇൻ മീറ്റർ ബ്രിഡ്ജ് മെയ്ഡ് ഓഫ് തിക്ക് കോപ്പർ സ്ട്രിപ്പ്? അല്ലേ, നമ്മൾ മീറ്റർ ബ്രിഡ്ജിന്റെ അപ്പാരറ്റസ് കാണുമ്പോൾ അതെല്ലാം തിക്കായിട്ടുള്ള കോപ്പർ സ്ട്രിപ്പ് ഉണ്ടാക്കാനുള്ള കാരണം ടു മിനിമൈസ് ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ. ആ കണക്ഷൻസിനിടയിലുള്ള റെസിസ്റ്റൻസ് കുറയ്ക്കാൻ, മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇഫ് യു ഇന്റർചേഞ്ച് സെൽ ആൻഡ് ഗാൽവനോമീറ്റർ, ഗാൽവനോമീറ്ററും സെല്ലും വീൻസ്റ്റൺ ബ്രിഡ്ജിന്റെ ആയിക്കോട്ടെ മീറ്റർ ബ്രിഡ്ജിന്റെ ആയിക്കോട്ടെ, വാട്ട് വിൽ ഹാപ്പൻ ടു ദി ബാലൻസിങ് കണ്ടീഷൻ? സെല്ലും ഗാൽവനോമീറ്ററും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുക, മാറ്റി അങ്ങോട്ട് സെല്ലിന്റെ സ്ഥാനത്ത് ഗാൽവനോമീറ്ററും ഗാൽവനോമീറ്റർ സ്ഥാനത്ത് സെല്ലും വെച്ചാൽ എന്ത് കണ്ടീഷനാണ് അവിടെ? അതെന്തായിരിക്കും? ഉറപ്പായിട്ടും റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു വ്യത്യാസം അവിടെ വരാൻ പോകുന്നില്ല. In a potentiometer, the ratio of EMF is E1/E2 is equal to L1/L2. EMF ന്റെ റേഷ്യോയും ബാലൻസിംഗ് ലെങ്തിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. Current density is a vector quantity. SI unit of current density is ampere per meter square. Ampere per J is equal to I/A എന്നാണ്. കറന്റ് ഡെൻസിറ്റി ഡിനോട്ട് ചെയ്തിട്ട് J is equal to I/A. അന്നേരം ആംബിയർ പെർ മീറ്റർ ആണ്. ഐയുടെ ആംബിയർ ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ആംബിയർ. നമ്മൾ 44ൽ നിർത്തിയേക്കുന്നു. അടുത്തത് ഉറങ്ങരുത്, പഠിച്ച് കുതിച്ച് കയറണം. 45. അടുത്തത് 45ാമത്തെ ക്വസ്റ്റ്യൻ. When bulk piece of conductors are subjected to changing magnetic flux, current are induced in it. മോഡൽ ക്വസ്റ്റ്യൻ ഇപ്പം അത് ചോദിച്ചാണ് ഈ വർഷത്തെ. ഒരു മെറ്റൽ പീസിലോ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിലോ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ കറണ്ടിന് പറയുന്ന പേര് വേറൊരു പേരും അല്ല, എഡ്ഡി കറണ്ട് എന്നാണ്. എഡ്ഡി കറണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ദി ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ദി സർഫസ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന ലൈൻസിന്റെ പറയുന്ന പേര് ഒന്നുകിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്. എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആൻ അപ്ലൈഡ് സ്റ്റേഷനറി ഇലക്ട്രോൺ. സ്റ്റേഷനറി ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നില്ല. Then the electron remains stationary. റെസ്റ്റ് തന്നെ ആയിരിക്കും.
Resistance of an ideal ammeter is 0. Resistance of an ideal voltmeter is infinity. Okay. Torque on a current carrying rectangular coil placed in a uniform magnetic field is. ഇങ്ങനെയുള്ളൊരു ലെങ്തി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു റെക്ടാങ്കുലർ കോയിൽ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ടോർക്കിനുള്ള ഇക്വേഷൻ മൂവിംഗ് കോയിൽ കാലോമീറ്ററിനകത്തൊക്കെ പഠിക്കുന്നതാണ്. ടോ ഈസ് ഈക്വൽ ടു NIAB. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, I കറണ്ട്, ഏരിയ ഓഫ് ദി കോയിൽ A, B മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ് ഈസ് ഗിവൺ ബൈ. ഒരു ലോങ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B is equal to mu 0 Ni. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാം, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി എൻഡ്സ് ഓഫ് ദി സോളിനോയിഡ് എന്ന് പറയുന്നത് B is equal to mu 0 Ni by 2 divided by 2. ഇത് പ്രോബ്ലത്തിൽ നിങ്ങൾ ഉപയോഗിക്കും. സെന്റർ ഓഫ് ദി സോളിനോയിഡ് ആണെങ്കിൽ 0. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി സോളിനോയിഡ് ഈസ് 0. ഓക്കെ. ഇനി വെക്റ്റർ ഫോം ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സാധാരണ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉള്ള ഇക്വേഷൻ എന്താണ്? F is equal to BQV sin theta. അത് വേണമെങ്കിൽ ചോദിക്കാം. The equation for magnetic Lorentz force is F is equal to BQV sin theta. Vector form F is equal to Q into V cross B. ഇനി ഡിഫൈൻ ലോറൻസ് ഫോഴ്സ്. അങ്ങനെയും ചോദിക്കാം. ലോറൻസ് ഫോഴ്സും മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സിന്റെയും മാഗ്നറ്റിക് ഫോഴ്സിന്റെയും സമ്മിനെ പറയുന്ന പേരാണ് ലോറൻസ് ഫോഴ്സ്. എപ്പടി ഇരിക്കേ? 55 ക്വസ്റ്റ്യൻസ് പൂർത്തിയാക്കി. ഇനി 56 ഒരു 55 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത 56. ദി സസെപ്റ്റിബിലിറ്റി ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ്, എപ്പോഴും ഇത് മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് ആണ്. ഇത് പല രീതിയിൽ ചോദിക്കാം. അത് ഡയാമാഗ്നറ്റിക് മാത്രമല്ല, ഫെറോമാഗ്നറ്റിക് ചോദിക്കാം, പാരാമാഗ്നറ്റിക് ചോദിക്കാം. ഇതിന്റെ പല രീതിയിലുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ. 1 ടെസ്ല എന്ന് പറഞ്ഞാൽ 10⁴ ഗോസ്. തിരിച്ച് 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ ടെസ്ല. രണ്ടും ഓർത്തിരിക്കുക. ദി വാല്യൂ ഓഫ് ഡിപ്പ് അറ്റ് പോൾസ് ഈസ് 90 ഡിഗ്രി. ഇമ്പോർട്ടൻറ്റ്. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് AM². ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് പാരാമാഗ്നറ്റിക്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്ന ആ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് ക്യൂറി ടെമ്പറേച്ചർ. ഓക്കെ. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം, തെറ്റിക്കരുത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് ടു സൗത്ത് ആണ്. ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആണ്. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി. വാട്ട് ഈസ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രിക്കൽ അനലോഗ്, ഇത് ഒരുപാട് വട്ടം എൻട്രൻസിലൊക്കെ ചോദിക്കാവുന്നതാണ്. ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് ഈസ്, ഞാൻ വെട്ടിയതല്ല കേട്ടോ, ഒന്ന് അൺപ്ലൈൻ ചെയ്ത, മാസിന്റെ ഇലക്ട്രിക്കൽ അനലോഗ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇൻഡക്റ്റൻസ് ആണ്. നമ്മൾ ഈ കഴിഞ്ഞ വട്ടം നമ്മൾ ലീനിയർ മോഷൻ, ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ പഠിക്കുമ്പം ലീനിയർ മോഷനകത്ത് മാസ് ആണെങ്കിൽ, റൊട്ടേഷണൽ മോഷനകത്താണെങ്കിൽ അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ അനലോഗ് മാസിന്റെ എന്താണ്? ഇൻഡക്റ്റൻസ് ആണ്. ഇൻ ലെൻസസ് ലോയും ലോ കൺസർവേഷൻ ഓഫ് എനർജിയും 1 മാർക്കും 2 മാർക്കുമായിട്ട് ചോദിക്കാം. ഏത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. പൊതുവാ 66 67 ഓക്കെ. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയാലും സെൽഫ് ഇൻഡക്റ്റൻസ് ആയാലും യൂണിറ്റ് ഹെൻറി തന്നെയാണ്. ലെൻസസ് ലോ ഒബേസ് ലോ കൺസർവേഷൻ ഓഫ് എനർജി. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ എനി യൂസസ് ഓഫ് എഡി കറണ്ട്. എഡി കറണ്ടും അത് മിനിമൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പം അതിൻ്റെ യൂസസ് അറിഞ്ഞിരിക്കണം. ഇൻഡക്ഷൻ ഫർണസ് ഉണ്ട്, ഇലക്ട്രിക് പവർ മീറ്റർ ഉണ്ട്, ഇലക്ട്രിക് ബ്രേക്സ് ഉണ്ട്. ഇതെല്ലാം ഏതാണ്? എഡി കറണ്ടിന്റെ യൂസസ് ആയിട്ട് പറയാം. വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് ഡയറക്റ്റ് കറണ്ട്? ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ DC ആണ്. ഫ്രീക്വൻസി 0 ആണ് എപ്പോഴും. അടുത്തത് ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് മെറ്റൽ ഡിറ്റക്ടർ ഇൻ ആൻ എയർപോർട്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ മെറ്റൽ ഡിറ്റക്ടർ കണ്ടുകൊണ്ട് യൂസ് ദി പ്രിൻസിപ്പിൾ ഓഫ് റെസൊണൻസ് ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. When alternating current is flowing through an inductor, the phase difference between potential and current is, മോഡലിൽ വെച്ചാണ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/2 ആണ്. Which form of energy is stored in an inductor? Magnetic energy. വളരെ important. Which form of energy is stored in the inductor? Magnetic energy. To reduce eddy current,
in transformer we can use laminated core. അതായത് എഡ്ഡി കറണ്ടിൽ വരുന്ന ലോസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ആ എഡ്ഡി കറണ്ടിൽ വരുന്ന ആ ട്രാൻസ്ഫോമറിനെ നമ്മൾ ലാമിനേറ്റ് ചെയ്യും. ലാമിനേറ്റഡ് കോർ ആണ്. ചോക്ക് ഓയിൽ യൂസ് ദി പ്രിൻസിപ്പിൾ ഓഫ് വാട്ട്ലെസ് കറണ്ട്. വാട്ട്ലെസ് എന്ന് പറയുമ്പോൾ വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ്. പവർ വളരെ സീറോ ആകുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്ന പവർ സീറോ ആകുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനെ പറയുന്നവരാണ് വാട്ട്ലെസ്. പവർ സീറോ. ഓക്കെ, അങ്ങനെ പറയുന്നവരാണ് വാട്ട്ലെസ് കറണ്ട്. വിച്ച് ഫിനോമിനൻ ഈസ് മെയ്ഡ് യൂസ് ഓഫ് റേഡിയോ ട്യൂണിങ്? റേഡിയോ ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് LCR സർക്യൂട്ടാണ്. റെസൊണൻസ് ഓഫ് LCR സർക്യൂട്ടാണ്. എഫിഷ്യൻസി ഓഫ് ഐഡിയൽ ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100% ആണ്. അന്നേരം നമ്മൾ 77 ക്വസ്റ്റ്യൻ പൊട്ടക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയിലേക്ക്. ഓക്കെ, അടുത്ത 78ാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റേഷനറി ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. മോഡലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേഷനറി ചാർജിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്? ഉറപ്പായിട്ടും എന്ത് പറ്റത്തില്ല? സ്റ്റേഷനറി ചാർജിന് ഒരിക്കലും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഫോൾസ് ആണ്. ആൻഡ് EMF is induced in a coil due to the change of flux in the same coil. This phenomenon is called self-induction. മോഡലിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരേ കോയിലിൽ തന്നെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയും EMF ഉണ്ടാവുകയൊക്കെ ചെയ്യുവാണെങ്കിൽ, ഒറ്റ കോയിലിൽ തന്നെ ഇതെല്ലാം നടക്കുവാണെങ്കിൽ അത് സെൽഫ് ഇൻഡക്ഷനും ഒരു കോയിലിന്റെ പ്രസൻസിൽ മറ്റേ കോയിലിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്നവർ മ്യൂച്വൽ ഇൻഡക്ഷനുമാണ്. SI യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഈസ് ആംബിയർ. മൈക്രോവേവ്സ് യൂസ് ഇൻ റഡാർ. റഡാറിൽ യൂസ് ചെയ്യുന്ന ഏത് തരം വേവ്സ് ആണ്? മൈക്രോവേവ്സ് ആണ്. An electromagnetic wave is entering from one medium into another medium. Then the property which remains constant. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എൻ്റർ ചെയ്യുമ്പം ഒരു കാര്യം മാത്രം കോൺസ്റ്റന്റ് ആണ്. അതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. അത് ഫ്രീക്വൻസി മാത്രമേ അവിടെ കോൺസ്റ്റന്റ് ഉള്ളൂ. വാട്ട് ഓസിലേറ്റ്സ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്? ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓസിലേറ്റ് ചെയ്യുന്നത്? ഫോട്ടോൺ ആണ്. ഗീവ് ദി ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം വിത്ത് മാക്സ്വെൽസ് കറക്ഷൻ. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം മാക്സ്വെലിന്റെ കറക്ഷൻ വെച്ച്. കാരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഒരു സയന്റിസ്റ്റ് ആണ് മാക്സ്വെൽ. മാക്സ്വെലിന്റെ കറക്ഷൻ വെച്ചിട്ട് ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം ക്ലോസ് ഇന്റൽ B dot dl is equal to mu0 IC plus mu0 ID. IC ID എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ടും ID എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ആണ്. ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക. ദി റേസ് യൂസ്ഡ് ഫോർ ലോങ് റേഞ്ച് ഫോട്ടോഗ്രഫി. ലോങ് റേഞ്ച് ഫോട്ടോഗ്രഫിക്ക് ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ്. ഇൻഫ്രാറെഡ് റേസ്. ഓക്കെ, 85 ക്വസ്റ്റ്യൻസ്. എവിടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ട് വിടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 മാർക്കിനെ കുറിച്ച് ഒരു ഐഡിയ പക്കാ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. ഇപ്പൊ ഈ വട്ടത്തെ മോഡൽ എക്സാമിന് ചോദിച്ചാൽ മാത്രമല്ല ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള വ്യത്യാസം R = 2f എന്നാണ്. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ F കണ്ടുപിടിക്കാൻ ചോദിക്കാം. F = R/2. ഇങ്ങനെയൊക്കെ ഉള്ളത് പ്രോബ്ലത്തിൽ നിങ്ങൾ കരുതിക്കൊള്ളുക. ദി റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് പവർ ഓഫ് എ ലെൻസ്. P = 1/f. ഓക്കെ, യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് ഈസ് ഡയോപ്റ്റർ. ഫോക്കൽ ലെങ്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ സെന്റിമീറ്ററോ മീറ്ററോ നമുക്ക് പറയാം. പക്ഷേ പവർ ഓഫ് എ ലെൻസിന്റെ ഡയോപ്റ്റർ ആണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ഈസ് ഡ്യൂ ടു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. 89. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് മിറാഷ്. മിറേജ് എന്നല്ല വായിക്കുന്നത്, മിറാഷ് എന്നാണ്. നമ്മൾ ദൂരെ പോകുമ്പോൾ ദൂരെ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നല്ല വെയിലത്ത് ദൂരെ വെള്ളം കിടക്കുന്നതായിട്ട് നമുക്ക് ഡെസേർട്ടിൽ കാണണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ടാർഡ് ഹൈവേസിലൊക്കെ ദൂരെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നിക്കുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഫിനോമിന എന്ന് പറയുന്നതാണ്. അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ബ്രില്യൻസ് ഓഫ് ഡയമണ്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. പ്രിസം, ബൈനോക്കുലർ ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷൻ ആയിട്ടൊക്കെ പറയുവാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. പിന്നെ ബൈസിക്കിൾ റിഫ്ലക്ടർ ഇതെല്ലാം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. മിറാഷിൻ്റെയും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. 91 പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ബ്ലൂ കളർ ഓഫ് ദി സ്കൈ ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ്. ബ്ലൂ കളർ ഓഫ് ദി സീ സ്കാറ്ററിംഗ്. സൺസെറ്റ് ആൻഡ് സൺറൈസ് സ്കാറ്ററിംഗ്. അന്നേരം ഇതെല്ലാം സ്കാറ്ററിങ്. വൈറ്റ്നസ് ഓഫ് ക്ലൗഡ് സ്കാറ്ററിങ്. ഇതെല്ലാം ഓർത്തോളൂ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. ദി സെൻറ്റർ ഓഫ് ദി ലെൻസ്. ലെൻസിൻ്റെ സെൻറ്ററിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക് സെൻറ്റർ.
ദി സെന്റർ ഓഫ് എ സ്ഫെറിക്കൽ മിററിനെ പറയുന്നവരാണ് പോൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. എ കോൺകേവ് ലെൻസ് ഓൾവേസ് പ്രൊഡ്യൂസസ് വെർച്വൽ ഇമേജസ്. കോൺകേവ് ലെൻസ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന വെർച്വൽ ഇമേജസ് ആയിരിക്കും. പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഇതും 2 lenses of power 7D and -3D plus 7D minus 3D are combined. The focal length of the combination would be. അന്നേരം എപ്പോഴും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടോട് പ്ലസ് ചെയ്യുമ്പോൾ 7Dയും -3D കിട്ടുമ്പോൾ 4D കിട്ടും. അന്നേരം അതാണ് 4D എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ 96 ഇനി സെഞ്ചുറി അടിക്കാൻ വെറും 4 ക്വസ്റ്റ്യൻ കൂടി. അവിടെയും നമ്മൾ നിർത്തത്തില്ല, നമ്മൾ തുടരും. അന്നേരം ഈ വീഡിയോ ഞാൻ പറഞ്ഞ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഗുണകരമാകുന്ന വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമില്ല. ഉറപ്പായിട്ട് ഇത് കേൾക്കുന്ന ഒരു കുട്ടികൾക്കും സംശയം വരത്തില്ല. ഓക്കെ, അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എ പെൻസിൽ ഈസ് പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. പാർഷ്യലി ഇമേഴ്സ്ഡ് ആണ്, ഭാഗികമായിട്ട് വെള്ളത്തിനകത്തോട്ട് നമ്മൾ പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇൻ എ ഗ്ലാസ് ടംബ്ലർ അപ്പിയേഴ്സ് ടു ബി ഡിസ്പ്ലേസ്ഡ് അറ്റ് ദി ഇൻറഫറൻസ് ഓഫ് എയർ ആൻഡ് വാട്ടർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പാർഷ്യലി ഇങ്ങനെ നമ്മൾ പെൻസിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേന് അത് ഡിസ്പ്ലേസ് ചെയ്ത് കാണുന്നതൊക്കെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണം, ദി ബോട്ടം ഓഫ് എ ടാങ്ക് ഓർ പോണ്ട് കണ്ടെയ്നിങ് വാട്ടർ അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, 99 ഡിസ്പ്ലേ ഓഫ് കളേഴ്സ് ഈസ് കോൾഡ്. കളറിന്റെ ഡിസ്പ്ലേ പറയുന്ന പേര് സ്പെക്ട്രം. എന്നിട്ട് നിങ്ങൾ മറ്റൊരു ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. When a white light is passed through a prism, it splits up into different colors. അതിനെ പറയുന്ന പേര് ഡിസ്പെർഷൻ. ആൻഡ് 100th question. Dash has longer wavelength. ഏറ്റവും കൂടുതൽ വേവ് ലെന്ത് ഉള്ള കളർ റെഡ്, ഏറ്റവും കുറവ് വേവ് ലെന്ത് വയലറ്റ്. ഹാസ് ഷോർട്ടർ വേവ് ലെന്ത്. നമ്മൾ 100 അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 101 വയലറ്റ് ഹാസ് ഷോർട്ടർ വേവ് ലെന്ത്. വയലറ്റ് ഹാസ് ഗ്രേറ്റർ ഡീവിയേഷൻ. ഡീവിയേഷൻ ഏറ്റവും കൂടുതലുള്ളത് വയലറ്റിനാണ്. ലീസ്റ്റ് ഡീവിയേഷൻ ഉള്ളത് റെഡിനാണ്. പിന്നെ ദി ലെൻസ് യൂസ്ഡ് ആസ് മാഗ്നിഫൈയിങ് ഗ്ലാസ് ഈസ് കോൺവെക്സ് ലെൻസ്. മാഗ്നിഫൈയിങ് ഗ്ലാസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം ഇൻ വാക്യൂം. സ്പെല്ലിംഗ് ഓർത്തോണം, VACWM. VACCUM അല്ല. ഡാഷ് ഫിനോമിനൻ പ്രൂവ്സ് ദി ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ്. വേവ് ഒപ്റ്റിക്സിലേക്ക് വന്നിരിക്കുകയാണ്. ഏത് ഫിനോമിനാണ് ട്രാൻസ്വേഴ്സ് നേച്ചർ എന്ന് പ്രൂവ് ചെയ്തത്? വേറെ ഒന്നുമല്ല, പോളറൈസേഷൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കളർ ഓഫ് തിൻ സോപ്പ് ഫിലിംസ് ഈസ് ഡ്യൂ ടു ഏതാണ്? ഇൻറഫറൻസ്. എന്നിട്ട് നമ്മൾ 107 ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കേ എവിടെ വരെ പോകുന്നുള്ളതാണ് അല്ലേ. 107 ക്വസ്റ്റ്യൻ നല്ല പടക്കനായിട്ട് കിട്ടുക്കനായിട്ട് പഠിക്കണം. അടുത്തത് 108ാമത്തെ ക്വസ്റ്റ്യൻ. ദി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഡ്യൂ ടു ദി സൂപ്പർ പൊസിഷൻ ഓഫ് 2 or more waves ഈസ് കോൾഡ്. സൂപ്പർ പൊസിഷൻ ഓഫ് 2 or more waves ഈസ് കോൾഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല, ഇൻറഫറൻസ് ആണ്. ദി ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൌണ്ട് ദി കോർണേഴ്സ് ഓഫ് ആൻ ഒപ്പേക്ക് ഒബ്സ്റ്റക്കിൾ. ബെൻഡിങ് ഓഫ് ലൈറ്റ് രണ്ട് രീതിയിലുണ്ട്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഉള്ള ബെൻഡിങ് ഓഫ് ലൈറ്റിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയും. പക്ഷെ ഒരു കോർണേഴ്സിൽ തട്ടി തിരിച്ചു വരുന്ന ബെൻഡിങ് ഓഫ് ലൈറ്റിനെ നമ്മൾ പറയുന്ന പേര് ഡിഫ്രാക്ഷൻ ആണ്. തെറ്റിപ്പോകരുത്. ദി വേവ് ഫ്രണ്ട് ഒറിജിനേറ്റിംഗ് ഫ്രം എ പോയിന്റ് സോഴ്സ്. ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് ആണ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, ഇൻഡഫറൻസ് ഒബേസ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇൻഡഫറൻസ് ഏത് ലോ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് ഫസ്റ്റ് സ്റ്റഡീഡ് ബൈ. ഇതൊക്കെ ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം മുട്ടിപ്പോവും. ഹെർട്സ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മൊമെന്റ് ഓഫ് എ ഫോട്ടോൺ വിത്ത് വേവ് ലെന്ത് ലാംഡ ഇസ് മോഡൽ എക്സ് എന്ന് ചോദിച്ചാണ് h/λ. മൊമെന്റം P = h/λ. അതുപോലെ എനർജി ഓഫ് എ ഫോട്ടോൺ എന്നുള്ള ഇക്വേഷൻ E = h/nu. ദി മാക്സിമം കറന്റ് എമിറ്റഡ് ബൈ എ ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ ഈസ് കോൾഡ് സാച്ചുറേഷൻ കറന്റ്. മാക്സിമം കറന്റ് ഒരു ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയൽ എമിറ്റ് ചെയ്യുന്നതിനെ പറയുന്നത് സാച്ചുറേഷൻ കറന്റ് എന്നാണ്, മാക്സിമം കറന്റ്. വിച്ച് എക്സ്പെരിമെന്റ് എസ്റ്റാബ്ലിഷ് ദി വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ്? ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ്. വളരെ ഇമ്പോർട്ടന്റ് എസ്സേ ആണത്, ഡിവൽ നേച്ചറിനകത്ത് വരുന്നതാണ്. അന്നേരം 116. ഓക്കെ, അടുത്തത് 117ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ? നമ്മൾ അയണൈസേഷൻ എനർജി വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. EM = -13.6/n² EV. അങ്ങനെ ഫസ്റ്റ് ഓർബിറ്റ് വരുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓർത്തോണം. നെയിം ദി സീരീസ് ഓഫ് ഹൈഡ്രജൻ ലൈങ് ഇൻ ദി ഇൻഫ്രാറെഡ് റീജിയൻ. ഇൻഫ്രാറെഡ് റീജിയനിൽ കാണുന്ന ഹൈഡ്രജന്റെ സീരീസ് പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് ഫൺ സീരീസ്.
According to Bohr, model X and the electron can revolve around the nucleus only in those orbits whose angular moment is an integral multiple of h by 2 pi. h by 2 pi. Write the number of neutrons and protons in the nucleus. X is a day. Neutrons എന്ന് പറഞ്ഞാൽ mass number minus atomic number. അതുകൊണ്ട് a minus z, protons z. The time required to disintegrate half of its initial mass. 100 gram ഉള്ള ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് 50 gram ആയിട്ട് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഡീകേ ചെയ്യാൻ എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹാഫ് ലൈഫ് പീരീഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ഇനി റിലേഷൻ ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ആൻഡ് ഡീകേ കോൺസ്റ്റന്റ് ഈസ് ടി ഹാഫ് ഈസ് ഈക്വൽ 0.693 ബൈ ലാംഡ. ലാംഡ വേവ് ലെങ്ത് അല്ല, ഡീകേ കോൺസ്റ്റന്റ് ആണ്. ഐസോട്ടോൺസ് ഹാവ് സെയിം നമ്പർ ഓഫ് എന്താണുള്ളത്? ന്യൂട്രോൺസ് 123. നമ്മളിനി 27 ക്വസ്റ്റ്യനോട് പവറായിട്ട് 124ാമത്തെ ക്വസ്റ്റ്യൻ, ഐൻസ്റ്റീൻ്റെ മാസ് എനർജി ഈക്വലൻസ് റിലേഷൻ. വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ E is equal to mc². സൺസ് റേഡിയന്റ് എനർജി ഈസ് ഡ്യൂ ടു അറിഞ്ഞിരിക്കണം ന്യൂക്ലിയർ ഫ്യൂഷൻ. അതുപോലെ തന്നെ തെർമോ ന്യൂക്ലിയർ റിയാക്ഷനെ പറയുന്ന മറ്റൊരു പേരും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് തന്നെയാണ്. വൈ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് കോൾഡ് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ഈസ് നെസസറി ഫോർ ന്യൂക്ലിയർ ഫ്യൂഷൻ, ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ. ഡിവൈസ് ഈസ് ടു സ്ലോ ഡൗൺ ദി ന്യൂട്രോൺസ്, മോഡറേറ്റർ ആണ്. ബോറോൺ റോഡാണ് എക്സാമ്പിൾ ഓഫ് കൺട്രോൾ റോഡിന് ഒരു എക്സാമ്പിൾ, കാഡ്മിയൻ റോഡ് എക്സാമ്പിൾ ആണ്. ഗ്രാഫൈറ്റ് ആണ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോഡറേറ്റർ. വിച്ച് റേസ് ഹാവ് ഹൈ പെനിട്രേറ്റിംഗ് പവർ, ഏറ്റവും കൂടുതൽ മാംസത്തെ പോലും തുളച്ചു കയറാൻ കഴിവുള്ള റേസ് എന്ന് പറയുന്നത് ഗാമ റേസ് ആണ്. ഗീവ് എക്സാമ്പിൾ ഓഫ് കൂളന്റ് യൂസ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. വാട്ടർ, ഹൈ പ്രഷർ വാട്ടർ ആകാം. ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ദി കൺട്രോൾ റോഡ് ആർ മെയ്ഡ് ഓഫ് കാഡ്മിയം. കാഡ്മിയം റോഡ് ഉപയോഗിക്കാം, ഈ പറഞ്ഞ പോലെ ബോറോൺ റോഡ് ഉപയോഗിക്കാം. ദി ക്വാണ്ടിറ്റി വിച്ച് ഈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ദി ക്വാണ്ടിറ്റി വിച്ച് ഈസ് നോട്ട് കൺസേർഡ്, which is conserved അല്ല, which is not conserved in a nuclear reaction is mass. ഒരു മാസ്സായി 133. റിമൈനിങ് 17 ക്വസ്റ്റ്യൻസ് 150ലേക്ക്. ഓക്കെ വാ പവറായിട്ട് 134ാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റീസ് ഈസ് കോൾഡ്. ഒരു സെമി കണ്ടക്ടറിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. വിച്ച് ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ്, പരീക്ഷയ്ക്ക് വെച്ചാണ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആണ്. ഫോട്ടോ ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയാസ് ആണ്, സെനാ ഡയോഡ് എപ്പോഴും റിവേഴ്സ് ബയാസ് ആണ്. LED ഫോർവേഡ് ബയാസ് ആണ്. 138. ഈസ് ഓംസ് ലോ ഒബെയ്ഡ് ബൈ സെമി കണ്ടക്ടർ? നോ, ഓംസ് ലോ കണ്ടക്ടേഴ്സിനാണ്, സെമി കണ്ടക്ടേഴ്സിന് ഒബേ ചെയ്യത്തില്ല. പ്യുവർ സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. ആ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറാണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. അതിനകത്തോട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. വാട്ട് ഈസ് ദി നെയിം ഓഫ് സെമി കണ്ടക്ടർ ആഫ്റ്റർ ഡോപ്പിംഗ്? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. റൈറ്റ് എനി ആപ്ലിക്കേഷൻ ഓഫ് സെനാ ഡയോഡ്. സെനാ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആണ് വോൾട്ടേജ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെബിലൈസർ ഒക്കെ സെനാ ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആണ്. അടുത്ത 143, ഡ്രോ ദി സിംബൽ ഓഫ് സെനാ ഡയോഡ്. ഒരു സിംബൽ എന്ന് പറയുമ്പോൾ സാധാരണ ഡയോഡിന്റെ സിംബൽ ഇതാണ്. അതിന്റെ കൂട്ടത്തിൽ അപ്പുറത്ത് ആ വരയുടെ രണ്ടറ്റം ഒരു ചുനുപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ അത് സെനാ ഡയോഡിന്റെ സിംബലാണ്. ഡ്രോ ദി സിംബൽ ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഡയോഡ് അതിന്റെ അപ്പുറത്തൊരു ലൈൻ പോലെ ഒരു വര വരച്ചാൽ ഇത് പിയും ഇത് എന്നും റീജിയൻ ആണ്. പി, അതുകൊണ്ടാണ് പി എൻ ജംഗ്ഷൻ. പിന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ജോയിൻഡ് ടു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇറ്റ് ഈസ് കോൾഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇത് പിയും എന്നാണ്. ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എടുക്കാം. ആ വരയെന്നുള്ളത് നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കാം. അന്നേരം 144 ക്വസ്റ്റ്യൻ, 6 ക്വസ്റ്റ്യനൂടെ 150ലേക്ക്. ഓക്കെ, അടുത്ത 145ാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് AC വോൾട്ടേജ് ഇൻ ടു യൂണി ഡയറക്ഷണൽ DC വോൾട്ടേജ് ഈസ് കോൾഡ് റെക്ടിഫിക്കേഷൻ. AC വോൾട്ടേജിനെ ഒരേ ഡയറക്ഷണൽ യൂണി ഡയറക്ഷണൽ DC വോൾട്ടേജ് ആക്കുന്നതിനെ പറയുന്നവരാണ് റെക്ടിഫിക്കേഷൻ. ആ ഡിവൈസിനെ പറയുന്നവരാണ് റെക്ടിഫയർ. റെക്ടിഫയർ വർക്ക്സ് ഓൺ ഫോർവേഡ് ബയാസ്. കാരണം ഫോർവേഡ് ബയാസിൽ അത് കണ്ടക്ട് ചെയ്യത്തുള്ളൂ, റിവേഴ്സ് ബയാസിൽ അത് കണ്ടക്ട് ചെയ്യത്തില്ല. മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ ഈസ് 81.2%. 2 ഡയോഡാണ് ഫുൾ വേവ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒന്നേ ഉള്ളൂ, അന്നേരം 40.6 ആണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി. 40.6. അതിൻ്റെ
ഡബിൾ ആണ് ഫുൾ വേവ് റെക്ടിഫയർ. വാട്ട് ടൈപ്പ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ഈസ് ആഡഡ് ടു ഒബ്റ്റെയിൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ പെൻഡാവാലന്റ് ആറ്റംസ് ആണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എൻട്രൻസ് ഒക്കെ ചോദിക്കും. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് ഇത്ര കേട്ടോ അല്ലേ, കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ അറ്റ് അബ്സല്യൂട്ട് സീറോ, സീറോ തന്നെയാണ് ഉത്തരം. സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് 150. യാ അച്ചീവിങ് ദി ടാർഗറ്റ്. 150 1 മാർക്ക് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നിങ്ങൾക്കൊരു 10, 20, 30 ബുക്കുകൾ വായിച്ചാൽ കിട്ടുന്നതായിരിക്കത്തില്ല ഈ ഇത്രയും സമയം കൊണ്ട് 150 ക്വസ്റ്റ്യൻ. അത് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് കറക്റ്റായിട്ട് ചോദിക്കാം, സബ് ഡിവിഷൻസ് ആയിട്ടും ഒക്കെ ചോദിക്കാം. ഇത് കൃത്യമായി ഓരോരോ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്തതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതങ്ങനെ ആധികാരികമായിട്ടൊന്നുമല്ല. കഷ്ടപ്പാടുണ്ട്, ഇത് വീഡിയോ എടുത്തതിനുള്ള കഷ്ടപ്പാടുണ്ട്. 150 ക്വസ്റ്റ്യൻ. പക്ഷേ നിങ്ങൾക്കത് മാർക്ക് കിട്ടുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്ലസ് പോയിന്റ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി, ഗംഭീര മാർക്ക് കിട്ടുമ്പോൾ ഇതിലൊരു ഒരു എന്താണ് നമുക്കൊരു പവറാണ്. അന്നേരം നെവർ എവർ ഗിവ് അപ്പ്. 1 മാർക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ 150 ചോദ്യങ്ങൾ ഗംഭീര ബോണസ് ആയിരിക്കും, സംശയമില്ല. മോഡലിന് ഏകദേശം 30 മുതൽ 34 മാർക്കിനെല്ലാം കണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. അന്നേരം 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമാകുന്നൊരു വീഡിയോ ആയിരിക്കും. ഉറപ്പായിട്ടും മാക്സിമം വീഡിയോ കണ്ട് കേട്ടങ്ങ് പഠിക്കുക, നല്ല പവറായിട്ട് KGF-ൻ്റെ കൂട്ടി. ഓക്കെ, അന്നേരം ഒരിക്കൽ കൂടി കിഡിലൻ വീഡിയോ ആണ് ഈ വീഡിയോ. ഡോണ്ട് മിസ് ഇറ്റ്. സ്കിപ്പ് ചെയ്യാതെ 150 ക്വസ്റ്റ്യൻ ഒന്ന് കണ്ട് കേട്ടങ്ങ് പഠിച്ചു പോവുക. എപ്പടി സൂപ്പർ ഇറങ്ങേ. അന്നേരം മാഷ് നിർത്തുന്നു. പ്രാർത്ഥനാപൂർവ്വം നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ, സീ യു. ഓക്കെ വാ.